പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെബ്സൈറ്റിൽ നിന്ന് എക്സൽ ഷീറ്റിലേക്ക് പകർത്തി എടുത്ത റിസൾട്ടിനകത്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അതോടൊപ്പം ഗ്രേഡുകൾ എങ്ങനെയാണ് അടർത്തി എടുക്കേണ്ടതെന്നും നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് മാർക്ക് മാത്രമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം, ഗ്രേഡ് ഒഴിവാക്കി മാർക്ക് മാത്രമായിട്ട് അടർത്തിയെടുത്താലാണ് ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കിവിടെ സബ്ജക്ട് 6-ൽ വന്നിരിക്കുന്ന മാർക്കുകൾ ഒന്ന് കോപ്പി ചെയ്യാം. ഞാനിവിടെ ഒരു കോളം ആഡ് ചെയ്യുകയാണ്. ഇൻസേർട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. സബ്ജക്ട് 6-ന്റെ മാർക്കുകൾ ഇവിടോട്ട് എഴുതാൻ വേണ്ടിയാണ് ഈ കോളം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ 2 ഫംഗ്ഷനുകളുടെ ആവശ്യമുണ്ട്. ആദ്യം വേണ്ടിയ ഒരു ഫംഗ്ഷൻ, ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ട ഒരു ഫംഗ്ഷൻ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഒരു കോളത്തിലെ വാല്യൂ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മാറ്ററിനകത്ത് നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് വലത്തെ അറ്റത്ത് നിന്ന് മുറിച്ച് മാറ്റാൻ വേണ്ടിയാണ് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സബ്ജക്ട് 6 G എന്ന് പറയുന്ന കോളത്തിലാണ്. അതിലെ 2ാമത്തെ റോയിലുള്ള കണ്ടന്റിന്റെ വലത്തെ അറ്റത്ത് നിന്ന് 5 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആ വാല്യൂ ബ്രാക്കറ്റ് സഹിതം 119 എന്ന് ഡിസ്പ്ലേ ചെയ്തു വരും. നോക്കുക, കണ്ടില്ലേ? ഇതിനി ബാക്കിയുള്ള റോകൾക്കും ബാധകമാക്കാം. മാർക്ക് കൃത്യമായിട്ട് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. 158, 135, 115 എന്നൊക്കെ. നമുക്ക് ഇങ്ങനെ മാർക്ക് കിട്ടിയാൽ പറ്റില്ല. ഈ ബ്രാക്കറ്റിനകത്തു നിന്ന് വാല്യൂ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് വീണ്ടും ഞാനൊരു കോളം ആഡ് ചെയ്യുന്നു. ഇവിടെ ഇൻസേർട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഈ 119 മാത്രം ഇവിടെ പറഞ്ഞു. അതിനു വേണ്ടി മിഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ കൂടെ ആവശ്യമുണ്ട്. മിഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിനകത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറുകളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രം മുറിച്ചെടുക്കാനാണ് മിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മിഡ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഏത് കണ്ടന്റ് ആണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അത് പറയണം. ഇവിടെ H കോളത്തിലെ 2ാം നമ്പർ റോയിലുള്ള ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന 119-ലാണ് നമ്മൾ ഓപ്പറേഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ H2 എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ ഈ വർക്ക് നടത്താൻ പോകുന്നത്. അപ്പോൾ H2. ഇനി അവിടെ പറയേണ്ടത് എത്രാമത്തെ ക്യാരക്ടർ മുതൽ നമ്മൾ തുടങ്ങണം. ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് വരുന്ന 2ാമത്തെ ക്യാരക്ടറിൽ തുടങ്ങണം. ഇനി എത്ര ക്യാരക്ടേഴ്സ് മൊത്തം മുറിക്കണം? 3 ക്യാരക്ടേഴ്സ് മൊത്തം മുറിക്കണം. ബ്രാക്കറ്റ് കഴിഞ്ഞ് 119 നേടിയിട്ടുണ്ട്. ബ്രാക്കറ്റ് കഴിഞ്ഞ് 2ാമത്തെ ക്യാരക്ടർ മുതൽ മൊത്തം 3 ക്യാരക്ടർ, അപ്പൊ 119. അത് മുറിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കാം. കണ്ടില്ലേ, അവിടെ 119 എന്ന് വന്നിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള റോകൾക്കും ബാധകമാക്കാൻ വേണ്ടി ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇത് നമ്പറായിട്ടല്ല ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്യാരക്ടേഴ്സിന്റെ കൂട്ടമാണ്. ക്യാരക്ടർ ആകുന്നത് കൊണ്ടാണ് ഇത് ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്പേഴ്സ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വലത്ത് വശത്തായിട്ടാണ് ഡിസ്പ്ലേ ആയി വരിക. അപ്പൊ ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സം കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിനെ നമ്പർ ടൈപ്പിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതിയ സമയത്ത് മിഡ് ഓഫ് H2, 2,3 എന്ന് എഴുതിയ സമയത്ത് വേറൊരു ഫംഗ്ഷൻ കൂടെ അവിടെ അപ്ലൈ ചെയ്യണമായിരുന്നു. വാല്യൂ ഓഫ് എന്ന് എഴുതിയിട്ട് മിഡ് ഫംഗ്ഷൻ അതിനുള്ളിൽ എഴുതി ചേർക്കുക. അപ്പോൾ മിഡ് ഫംഗ്ഷൻ വഴി മുറിച്ചു കൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് നമ്പർ ആയിട്ട് മാറ്റപ്പെടും. ഓക്കെ, കണ്ടില്ലേ? ഇപ്പൊ 119 എന്ന് എഴുതിയിരിക്കുന്നത് വലതുവശത്താണ്. അത് നമ്പർ ആയിട്ടാണ് ഇപ്പോൾ എക്സൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ 119 എന്ന് വലതുവശത്ത് ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്പർ ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്ന ആ കോളത്തിന് നമ്മൾ കൊടുത്ത ഫോർമുല ബാക്കി എല്ലാ റോകൾക്കും കൊടുക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഒരു സ്ട്രിങ്ങിനകത്ത് നിന്ന് അല്ലെങ്കിൽ കുറെ ക്യാരക്ടറുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്പറിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ മുറിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോ സ്കോറുകൾ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ സാധിച്ചാൽ നമുക്ക് ഓരോ കുട്ടിയുടെയും പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ സബ്ജക്ട് 1 മുതൽ സബ്ജക്ട് 6 വരെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും മാർക്കുകൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് പറഞ്ഞ അതേ ഫോർമുല ഉപയോഗിച്ചാണ്. ആദ്യത്തെ വാല്യൂ വന്നിരിക്കുന്ന ആ ഫോർമുല നോക്കുക. താഴെ നമുക്ക് വായിക്കാൻ സാധിക്കും. വാല്യൂ ഓഫ് മിഡ് ഓഫ് റൈറ്റ് ഓഫ് B2, 5, 2, 3. നേരത്തെ പറഞ്ഞ 3 ഫംഗ്ഷനും ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. ആദ്യം പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കുക. ഇവിടെ ഫംഗ്ഷൻസ് 2ആയിട്ടാണ് ഞാൻ എഴുതിയത്. ആദ്യം റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. അതില് വലത് അറ്റത്തെ 5 ക്യാരക്ടേഴ്സ് എടുത്തു. അതിൽ നിന്ന് 3 ഡിജിറ്റുകളെ മുറിച്ചെടുക്കാൻ വേണ്ടി മിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. മിഡ് എന്നുള്ള ഫംഗ്ഷന് മുകളിലേക്ക് വാല്യൂ എന്നുള്ള ഫംഗ്ഷൻ കൂടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഈ 3 ഫംഗ്ഷനും കൂടെ ചേർത്താണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, വാല്യൂ ഓഫ് മിഡ് ഓഫ് റൈറ്റ് ഓഫ് B2, 5, 2, 3. ഇപ്പോൾ ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് എല്ലാ സബ്ജക്റ്റുകളുടെയും മാർക്കുകൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഓരോ കുട്ടിയുടെയും ടോട്ടൽ മാർക്കും പെർസെന്റേജും കണ്ടുപിടിക്കാം. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഈക്വൽ ടു സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പേര് എഴുതുക. സം ഈക്വൽ ടു സം ഓഫ് ബ്രാക്കറ്റ് കൊടുക്കുക. സം എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ നമ്പറിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത് കോമ ഇട്ട് പറയാം. അല്ലെങ്കിൽ ഒരു റേഞ്ച് ആണെങ്കിൽ ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ഇവിടെ W2 മുതൽ AB2 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ് സമ്മേഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് കാണാൻ സാധിച്ചു. അത് എല്ലാ റോകൾക്കും ബാധകമാക്കുക. ഇനിയും പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈക്വൽ ടു കൊടുക്കുക. അതിനുശേഷം ടോട്ടൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ AC2 എന്ന് പറയുന്ന കോളത്തിലാണ് ആദ്യത്തെ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് വന്നിരിക്കുന്നത്. അതിനെ 1200 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ 12 വെച്ച് ഡിവൈഡ് ചെയ്താലും മതിയാകും. AC2 വന്നിരിക്കുന്ന മാർക്കിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ തന്നെ പെർസെന്റേജ് കിട്ടും. ഓക്കെ, 62.833 ആണ്. ഇത് ബാക്കി എല്ലാ റോകൾക്കും ബാധകമാക്കുക. ഓരോ കുട്ടിയുടെയും പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗ്രേഡും സ്കോറും കൂടെ ചേർന്ന മാർക്ക് ഷീറ്റിൽ നിന്ന് ഗ്രേഡ് മാത്രമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും സ്കോർ മാത്രമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.